പൗരാണിക ചരിത്രത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശമാണ് വടുതല എന്ന് പറയുന്നത്. കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ കൊണ്ട് ഇസ്ലാമിൻ്റെ പൗരാണികമായ വിജ്ഞാനത്തിൻ്റെ വിളനിലമായി അറിയപ്പെടുന്നതുകൊണ്ട് വടുതല ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. കൊച്ചുപൊന്നാനി എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തുകയും പ്രവാചക കുടുംബത്തിൽപ്പെട്ട സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി തങ്ങളവറുകൾ വടുതല കോട്ടൂർ പള്ളി നിർമ്മിക്കുകയും പ്രവാചക കുടുംബത്തിൽ നിന്ന് ഷാത്തിരി കബീലയിലുള്ള മഹത്തുക്കളായ സാദാത്തുക്കൾ വടുതലയിൽ വരികയും അവരുടെയെല്ലാം പ്രവർത്തന ഫലമായി പൊന്നാനിയിൽ നിന്ന് പ്രശസ്തമായ മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട അബ്ദുൽ അസീസുൽ മഖ്ദൂമി എന്ന് പറയുന്ന ദിശനാശാലിയായ വലിയ പണ്ഡിതനെ വടുതലയിൽ എത്തിക്കുകയും വടുതല ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ വിളക്കുമാടമായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കൊച്ചുപൊന്നാനി എന്ന പേരിലാണ് വടുതല അറിയപ്പെടുന്നത്. കേരളത്തിലെ മക്ക എന്നാണ് പൊന്നാനി അറിയപ്പെടുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ കേരള മോഡൽ നാം പരിശോധിച്ചാൽ പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ഇസ്ലാം കേരളത്തിൽ എത്തിയിട്ടുണ്ട്. പ്രവാചകന്റെ അനുചരന്മാരായ 12ഓളം സഹാബികൾ പ്രവാചക ജീവിതകാലത്ത് തന്നെ കേരളത്തിൽ വരികയും 12ഓളം പള്ളികൾ കൊടുങ്ങല്ലൂർ, അതുപോലെ മാടായി പള്ളി തുടങ്ങി പള്ളികൾ നിർമ്മിക്കുകയും ഇസ്ലാമിക പ്രവർത്തനം വളരെ വിപുലമായ രീതിയിൽ ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരികയും ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ മതവിഭാഗങ്ങളും ഇന്ത്യയിലേക്ക് ചേക്കേറി വന്നവരാണ്. ആര്യന്മാർ വരെയും ഇന്ത്യയിലേക്ക് കൊടിയേറി പാർത്തവരാണെന്നാണ് ഇന്ത്യയുടെ ചരിത്രം. എല്ലാ മതങ്ങളെയും എല്ലാ ആശയങ്ങളെയും നെഞ്ചുവിരിച്ച് സ്വാഗതം ചെയ്ത പാരമ്പര്യമാണ് ഭാരതാംബക്കുള്ളത്. വ്യത്യസ്തമായ മതങ്ങളും വിശ്വാസങ്ങളും തോളോട് തോളുരുമ്മി സൗഹൃദത്തോടെ ജീവിക്കുക എന്നതാണ് ഇന്ത്യ രാജ്യത്ത് ഇന്നലെ വരെയും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും വംശത്തിന്റെ പേരിലുമൊക്കെ മനുഷ്യർ പരസ്പരം കടിച്ചു കീറുന്ന മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ നമുക്ക് പലയിടത്തും കാണാൻ കഴിയുമെങ്കിലും നമ്മുടെ കൊച്ചു കേരളത്തിന്റെ മനസ്സ് ഇന്നും അതിൽ നിന്നും വ്യത്യസ്തമാണ്. സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ, പരസ്പര സഹവർത്തിത്വത്തിന്റെ മനസ്സാണ് കേരളം എന്നും കൈക്കൊള്ളുന്നത്. കേരളത്തിന്റെ ഹൃദയം അതാണ്. ആ മഹത്തായ പാരമ്പര്യം നശിപ്പിക്കാൻ ഏത് മതത്തിന്റെ പേരിൽ, ഏത് ആശയത്തിന്റെ പേരിൽ ആര് രംഗപ്രവേശം ചെയ്താലും അവരെ ശക്തമായി നിരാകരിക്കുക എന്നതാണ് ഈ രാജ്യത്തിന്റെ മണ്ണിന്റെ മണമുള്ള
ഈ രാജ്യത്തിന്റെ പൈതൃകം നെഞ്ചിലേറ്റിയ ഏത് പൗരന്റെയും കർത്തവ്യം അതാണ്. മതങ്ങൾ ഏതുമായിക്കോട്ടെ, ജാതികൾ ഏതുമായിക്കോട്ടെ, വർണ്ണമേതുമായിക്കോട്ടെ, എല്ലാവരും ഒരമ്മ പെറ്റ മക്കളെ പോലെ ഈ നാടിന്റെ സർവോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക, പ്രയത്നിക്കുക എന്നതാണ് ഈ നാടിന്റെ മഹത്തായ പാരമ്പര്യം. വിശുദ്ധ ഇസ്ലാമും വിഭാവനം ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാമിന്റെ പ്രവാചകൻ, ഇസ്ലാമിന്റെ അവസാന വാക്ക് റസൂൽ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ രാജ്യത്തും ബഹുസ്വര സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. ബഹുദൈവാരാധകരായ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു, ജൂതന്മാരുണ്ടായിരുന്നു, നസാറാക്കൾ ഉണ്ടായിരുന്നു. എല്ലാ മനുഷ്യർക്കും തന്റെ കാരുണ്യത്തിന്റെ വിഹായസിലേക്ക് നെഞ്ചു വിരിച്ചുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണം നടത്തിയത്. വിശ്വാസിയാകാത്തതിന്റെ പേരിൽ ഒരാളെയും പ്രവാചകൻ ഒരാളുടെ അവകാശവും ധ്വംസിച്ചിട്ടില്ല. ന്യൂനപക്ഷമാണെങ്കിൽ അവരെ കൂടുതൽ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് പ്രവാചകൻ തന്റെ അനുയായികളെ പഠിപ്പിച്ചത്. ഇത്തഖി ദഅവത്തൽ മദ്ലൂം വലൗ കാന കാഫിറ. ഒരാളുടെയും അവകാശം ധ്വംസിക്കുവാനോ ആക്രമിക്കാനോ പാടില്ല. കാരണം മർദ്ദിതന്റെയും ഉടയതമ്പുരാനായ അള്ളാഹുവിന്റെയും ഇടയിൽ ഒരു മറയില്ലാതെ അള്ളാഹു മർദ്ദിതന്റെ പ്രാർത്ഥന കേൾക്കും. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടത് ഭൂരിപക്ഷത്തിന്റെ കടമയാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ എല്ലാ മതവിഭാഗങ്ങളോടും സ്നേഹത്തോടെയും സഹകരണത്തോടെയും പ്രവർത്തിച്ചതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തന്നെയാണ് ഇന്ത്യയിലെ ഇവിടെയുണ്ടായിരുന്ന ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, ഇവിടെയുണ്ടായിരുന്ന അടിസ്ഥാന വർഗം മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന എല്ലാ ആശയങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും നെഞ്ചിലേറ്റുകയും എല്ലാവർക്കും ജീവിക്കാനുള്ള മതസ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും വകവെച്ചു കൊടുത്തുകൊണ്ട് സൗഹൃദപരമായ സമീപനമാണ് ഈ രാജ്യമെന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇന്ത്യ എന്നത് ഒരു ബഹുസ്വര രാജ്യമാണ്, സമൂഹമാണ്. അതേതെങ്കിലും ഒരു മതത്തിൻ്റെതല്ല, അതേതെങ്കിലും ഒരു പ്രത്യേക ആശയത്തിൻ്റെതല്ല. എല്ലാ ഇന്ത്യക്കാരുടെയും അമ്മയെപ്പോലെ, ഉമ്മയെപ്പോലെ തന്റെ മാതൃത്വം വകവെച്ചു കൊടുക്കുന്ന രാജ്യമായി നെഞ്ചിലേറ്റിയ ജനങ്ങളാണ് ഇന്ത്യ രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിലുമുള്ളത്. കേരളത്തിന്റെ പാരമ്പര്യം അതാണ്. ഈ പാരമ്പര്യത്തെ തകർത്തുകൊണ്ട് ഏത് മതത്തിൽ നിന്ന് ഏത് വിഘടനവാദങ്ങൾ ഉയർന്നു വന്നാലും, പ്രത്യേകിച്ചും മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദമായി, വിഘടനവാദവുമായി ആര് വന്നാലും അതൊക്കെയും പ്രവാചകന്റെ ചര്യയ്ക്ക് വിരുദ്ധമാണ് എന്ന് ഈ സമൂഹത്തിൽ ഉറക്കെ പറയേണ്ടത് പണ്ഡിതന്മാരുടെ ദൗത്യമാണ്. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ബഹുസ്വര മുഖം, സാഹോദര്യത്തിന്റെ മുഖം, സൗഹൃദത്തിന്റെ പാരമ്പര്യം അത് കാത്തു സൂക്ഷിക്കാൻ ഇസ്ലാമിന്റെ ശരിയായ ആശയാദർശങ്ങൾ മുസ്ലിം സമൂഹത്തിൽ അടിവരയിട്ടുറപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അനുസരിച്ച് വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കഴിയുന്നത്ര പ്രയത്നിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹയാത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റ്. നമ്മുടെ ഈ പ്രദേശത്തിന്റെ തൊട്ടടുത്ത കാട്ടുപുറം പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഹയാത്തുൽ ഇസ്ലാം എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ
25ാം വാർഷികം സിൽവർ ജൂബിലി ആഘോഷവേളയിലാണ് നാം ഉള്ളത്. ആ പ്രസ്ഥാനത്തിന്റെ ആ സ്ഥാപനം പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളിലേക്ക്, ആ സ്ഥാപനം പ്രതിനിധാനം ചെയ്യുന്ന സന്ദേശങ്ങളിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ വരുന്ന ബുധൻ, വ്യാഴം 20, 21 തീയതികളിൽ ഹയാത്തുൽ ഇസ്ലാം ക്യാമ്പസിൽ നടക്കുന്ന വ്യത്യസ്തമായ പരിപാടികളിലേക്ക് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും, എല്ലാ വിഭാഗം ആളുകളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മഹത്തായ ഹയാത്തുൽ ഇസ്ലാമിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളിലേക്ക് ഇന്നാട്ടിലെ എല്ലാവരെയും ക്ഷണിക്കുന്നതിനും അതിന്റെ സന്ദേശം അറിയിക്കുന്നതിനും വേണ്ടിയാണ് ഈ വാഹനയാത്ര ഇവിടെ എത്തിയിട്ടുള്ളത്. വരുന്ന വ്യാഴാഴ്ച നടക്കുന്ന ഐതിഹാസികമായ സമാപന സമ്മേളനത്തിലെങ്കിലും നിങ്ങളെല്ലാവരും വന്ന് സംബന്ധിക്കണമെന്ന് സവിനയം ക്ഷണിച്ചുകൊണ്ട്, താല്പര്യപ്പെട്ടുകൊണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നീങ്ങുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. ഈ പരിപാടി ശ്രവിച്ച സഹോദര സമുദായാംഗങ്ങൾക്ക് മഹത്തായ ഇസ്ലാമിന്റെ ധന്യവാദം. വിജ്ഞാന വിപ്ലവം എന്ന ശീർഷകത്തിൽ വടുതല ഹയാത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി സമ്മേളനം നടക്കുകയാണ് വരുന്ന 20, 21 തീയതികളിൽ. അതിലേക്ക് ക്ഷണിക്കാനും അതിൻ്റെ സന്ദേശങ്ങൾ അറിയിക്കാനുമാണ് ഈ വാഹനജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം 1000 മൂല്യങ്ങളുടെ ഒരു തത്വസംഹിതയാണ്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും എടുത്തു നോക്കിയാൽ അതിൽ വളരെ പ്രധാനമായി നിലനിൽക്കുന്നത് സ്നേഹവും സാഹോദര്യവും മതസൗഹാർദ്ദവുമാണ്. സയ്യിദുനാ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊലപ്പെടുത്തണമെന്ന ആഗ്രഹത്തോടുകൂടെ യമാമയിലെ സുമാമ എന്ന് പറയുന്ന ഭരണാധികാരി പരിശുദ്ധമായ മദീനയുടെ ബോർഡറിലേക്ക് കാലെടുത്ത് വെക്കുകയും സുമാമയാണ് വന്നത് എന്ന് അറിയാതെ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും മുത്തുനബി തങ്ങളുടെ മുന്നിൽ ഹാജരാക്കുകയും ചെയ്ത സംഭവം ചരിത്രം വിവരിക്കുന്നുണ്ട്, ഹദീസുകൾ കാണുന്നുണ്ട്. ആ സംഭവത്തിൽ മുത്തുനബി തങ്ങൾക്ക് സുമാമയെ മനസ്സിലാവുകയും സുമാമയെ മുത്തുനബി തങ്ങളുടെ മുന്നിൽ ബന്ധിപ്പിച്ച് നിർത്തണം, കെട്ടിയിട്ട് നിർത്തണം എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ 3 ദിവസം ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സുമാമ നേരിട്ട് പഠിക്കുകയും ചെയ്ത സംഭവം. ആദ്യ ദിവസം തങ്ങൾ ചോദിക്കുകയാണ്, സുമാമക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? സുമാമ പറയുന്നുണ്ട്, ഒരു മാറ്റവുമില്ല. അങ്ങേക്ക് എന്നെ വേണമെങ്കിൽ വെറുതെ വിടാം, പക്ഷേ ഞാൻ ഇസ്ലാമിലേക്ക് വരില്ല. അങ്ങേക്ക് വേണമെങ്കിൽ എന്നെ കൊലപ്പെടുത്താം, പക്ഷെ ഞാൻ ഇസ്ലാമിലേക്ക് വരില്ല. രണ്ടാമത്തെ ദിവസവും അപ്രകാരം ചോദിക്കുന്നുണ്ട്. സുമാമയുടെ ആശയങ്ങൾക്കോ ആദർശങ്ങൾക്കോ മാറ്റം വരുന്നില്ല. മൂന്നാമത്തെ ദിവസം ചോദിക്കുമ്പോൾ സുമാമ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് അറിയിക്കുന്നത്. അതിന് കാരണം 3 ദിവസം മുത്തുനബി തങ്ങളെ കൃത്യമായി സുമാമ പഠിച്ചു എന്നതാണ്. ഇസ്ലാം സ്നേഹത്തിൻ്റെ മതമാണ്, സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മതമാണ്. അക്രമങ്ങളുടെയോ മറ്റുള്ള വർഗീയ ചിന്തകളെയോ പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല എന്ന സുന്ദരമായ ആശയമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ 25 വർഷമായി ജീവകാരുണ്യ, മതവിദ്യാഭ്യാസ, സാംസ്കാരിക മേഖലകളിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഹയാത്തുൽ ഇസ്ലാമിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ വരുന്ന 20, 21 തീയതികളിലായി നടക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമന്യ നേതൃത്വം സയ്യിദ് അലി ബാഫഖി തങ്ങളും മൗലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും സംബന്ധിക്കുന്ന മഹത്തായ വേദിയിലേക്ക് ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത വേദിയിലേക്ക്, അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ശബ്ദം ശ്രവിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദയാഭിവാദ്യങ്ങൾ അറിയിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു തിരകച്ചാർത്തായി മാറിക്കഴിഞ്ഞ
വടുതല ഹയാത്തുൽ ഇസ്ലാമിൻ്റെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾ ഈ വരുന്ന ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വടുതല ഹയാത്ത് നഗറിൽ സമുചിതം നടത്തപ്പെടുകയാണ്. ഈ മഹത്തായ സമ്മേളനങ്ങൾ 2 ദിവസങ്ങളിലായി നടത്തപ്പെടും. മറ്റു സമുദായ അംഗങ്ങൾക്കെല്ലാം ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. പൈതൃക വീണ്ടെടുപ്പ് വിജ്ഞാനത്തിലൂടെ എന്ന വലിയൊരു പ്രമേയത്തിൽ 25 വർഷം തികക്കുന്ന കാൽനൂറ്റാണ്ടിൻ്റെ ചരിത്രമുറങ്ങുന്ന ഹയാത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന പ്രചരണമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. മനുഷ്യൻ ഇന്ന് ചോദ്യചിഹ്നമായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യത്വം ഇന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കയ്യിലിരിക്കുന്ന പലരും ഇന്ന് വലിയ തരത്തിലുള്ള അക്രമങ്ങൾക്കും തിന്മകൾക്കും നേതൃത്വം വഹിക്കുന്നു. കഴിഞ്ഞ ദിനത്തിൽ നമ്മളൊക്കെ വായിച്ച, നമ്മളൊക്കെ അറിഞ്ഞ മാതാവിനെ ആക്രമിച്ച ഒരു സ്ത്രീ, അവർ +2 അധ്യാപികയാണ്. വലിയ തരത്തിൽ അക്രമങ്ങൾ കാണിച്ച ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടി, അവൾ വലിയ വിദ്യാഭ്യാസമുള്ളവരാണ്. വലിയ തരത്തിൽ സേവനങ്ങളും സന്നദ്ധകളൊക്കെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോഴും മനുഷ്യൻ മൃഗതുല്യമായി മാറുന്ന ഈ ആധുനിക സമൂഹത്തിൽ മനുഷ്യത്വം അകന്നുകൊണ്ടിരിക്കുന്നു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വലിയൊരു ആപ്തവാക്യം, ഒരു സത്യം പലരും മറന്നുകൊണ്ടിരിക്കുന്നു. മാനിഷാദ അരുതു കാട്ടാള എന്ന കഹൗന്തപക്ഷിയെ അമ്പെയ്യുന്ന വേടനോട് പറഞ്ഞ വാൽമീകി ഇന്ന് ആർക്കും അറിയാതെയായിക്കൊണ്ടിരിക്കുന്നു. മതം എന്നുള്ളത് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വർഗീയതയ്ക്കും മാത്രമായി ഉച്ചരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് പൈതൃക വീണ്ടെടുപ്പ് എന്ന വലിയ പ്രമേയം ഇന്നത്തെ സമൂഹത്തിലേക്ക് ഹയാത്തുൽ ഇസ്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നത്. കാരണം ഈ കേരളത്തിന് വലിയൊരു പൈതൃകമുണ്ട്, വലിയൊരു പൈതൃകമുണ്ട്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വലിയൊരു പൈതൃകം, അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ മമ്പുറം തങ്ങളുടെ വലിയൊരു പൈതൃകം. ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവരും തോളോട് തോളൊരുമി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പലരും മുഖം തിരിച്ചുകൊണ്ടിരിക്കുന്നു, മതത്തിന്റെ പേരിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതിക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. വെറും പേരിൽ മാത്രം മതമുണ്ടായിട്ട് അതിന്റെ മൂല്യങ്ങളില്ലാത്തിടത്താണ് ഇന്നത്തെ അക്രമങ്ങൾ, ഇന്ന് സാധാരണമായിട്ട് അക്രമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കാലമിനിയും ഉരുളും, വിഷുവരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കായ്വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാമെന്ന സമൂഹത്തോട് പറഞ്ഞ വലിയ കവികൾ ഇന്നത്തെ ഈ ലോകത്ത് ജീവിച്ചു മൺമറഞ്ഞു പോയിട്ടുണ്ട്. ഈ ആധുനിക ലോകത്ത് പലർക്കും വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ മതമൂല്യങ്ങളില്ല. മതമുള്ളിടത്ത്, മതമൂല്യങ്ങളുള്ളിടത്ത് ഇന്ന് സമാധാനമുണ്ട്. പണ്ടത്തെ കാലത്തുള്ള ആളുകൾ പലരും ഇന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തുന്നവരിൽ പലരും അന്നത്തെ ഒരു സൗഹൃദം പറഞ്ഞിരുന്നു. പട്ടിണി കിടക്കുമ്പോൾ അയൽവാസിയുടെ വയറു നിറച്ച ഒരു ചൈത്രം ഈ കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് പലർക്കും അറിയാം. ഇന്ന് അതൊന്നുമില്ല, ഇന്ന് ദാരിദ്ര്യമില്ല, ആർക്കും കഷ്ടപ്പാടില്ല. പക്ഷെ അക്രമവും മലീമസമായ സാഹചര്യവും ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ വന്നെത്തിയിട്ടുള്ളത് ആർക്കും മതമൂല്യങ്ങളോ വ്യക്തിപരമായ ചിന്തകൾക്ക് ഒരു മനുഷ്യത്വ ബോധമോ ഇല്ലാത്ത കാരണങ്ങളുള്ളത് കൊണ്ടാണ്. തന്റെ മുന്നിൽ കിടക്കുന്ന ആക്രമിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിൽ നിന്നും നിർഗളിക്കുന്നത്, തുള്ളിയിട്ട് വീഴുന്നത് അതേ രക്തം, അത് തന്റെയും രക്തം ഒരേ നിറമാണെന്ന ബോധ്യമുള്ളിടത്ത് ആരും ആക്രമിക്കാൻ മുതിരില്ല. കഴുത്തറുക്കപ്പെടുന്നിടത്ത് അവന്റെ ശരീരത്തിൽ അവന്റെ മുറിവ് പറ്റാൻ എന്റെ പ്രവാചകർ എന്നോട് കൽപ്പിച്ചിട്ടില്ല, എന്റെ മത നേതൃത്വങ്ങൾ എന്നോട് കൽപ്പിച്ചിട്ടില്ല, വാൽമീകി മഹർഷി എന്നോട് കൽപ്പിച്ചിട്ടില്ല, ശ്രീനാരായണ ഗുരുദേവൻ എന്നോട് കൽപ്പിച്ചിട്ടില്ല, ഒരു മത നേതൃത്വവും എന്നോട് കൽപ്പിച്ചിട്ടില്ല എന്ന ബോധ്യമുള്ളിടത്ത് അവൻ ഏതു മതക്കാരനാണെങ്കിലും മനുഷ്യത്വം എന്ന ബോധ്യമുണ്ടാകും. അവിടെയാണ് പൈതൃക വീണ്ടെടുപ്പുണ്ടാകുന്നത്. നമുക്ക് മടങ്ങേണ്ടത് പൈതൃകത്തിലാണ്. കാരണം ഇതിനേക്കാൾ വലിയ ദരിദ്രതയുള്ള കാലത്ത് അക്രമില്ലായിരുന്നു. പട്ടിണികൾ ഉള്ള സമയത്തും ആരുടെയും മോഷ്ടിക്കരുതെന്ന് പഠിപ്പിച്ച ഒരു ലോകമുണ്ടായിരുന്നു ഈ നമ്മുടെ നാട്ടിൽ. എന്നാൽ ഇന്ന് സമ്പത്തുണ്ട്, ഭക്ഷണമുണ്ട്, സാഹചര്യമുണ്ട്, എന്തുണ്ടായിട്ടും അയൽവക്കക്കാരന്റെ എന്തും തന്റേതാക്കി മാറ്റാനുള്ള കുബുദ്ധികളിലൂടെ മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നിടത്താണ് എല്ലാ തരത്തിലുമുള്ള മൂല്യശോഷണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തന്റെ ഭർത്താവ് താൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അഭിനയിച്ചതിന്റെ പേരിൽ ജ്യൂസ് കൊടുത്തിട്ട് ആക്രമിച്ച ഒരു യുവാവിനെ
കൊല ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട് നമ്മുടെ നാട്ടിൽ. ആ പെൺകുട്ടി വലിയ വിദ്യാഭ്യാസം നേടിയവളായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് MDMA അടക്കം വലിയ തരത്തിലുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് പഞ്ചാബിലാണ്. കാരണം അതിന്റെ പ്രദേശത്ത് ഈ ഇന്ത്യ മഹാരാജ്യത്തേക്ക് കടന്നു വരാൻ വലിയ തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നും നുഴഞ്ഞു കയറാൻ. എന്നാൽ അതിനുശേഷമോ ഇങ്ങോട്ട് അവസാനത്തിൽ നിൽക്കുന്ന ഈ കേരളത്തിലാണ് രണ്ടാം സ്ഥാനത്തിൽ ലഹരി ഉപയോഗിക്കുന്നിടത്ത് എന്ന് എണ്ണം കാണുന്നിടത്താണ് നാം ഭയവിഹുലരാകേണ്ടത്. കാരണം വേറൊന്നുകൊണ്ടല്ല, ഇവിടെയുള്ളവർക്ക് വിദ്യാഭ്യാസമുണ്ട്. വലിയ തരത്തിൽ കെമിസ്ട്രിയിൽ വിദ്യാഭ്യാസമുള്ള വലിയ സർട്ടിഫിക്കറ്റ് ഉള്ളവർ ഇവിടെ കെമിക്കലുകൾ സ്വന്തമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പത്രമാധ്യമങ്ങളുടെ കട്ടിങ്ങുകൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വലിയ ഭയത്തിലേക്കാണ്. ആധുനിക സമൂഹം വലിയ തരത്തിൽ വൈകൃതങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ യുവതലമുറ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഈ ഭൗതിക ലോകത്തിന് വേണ്ടി മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നിടത്താണ് പൈതൃക വീണ്ടെടുപ്പ് വേണ്ടത്. അവിടെയാണ് ആത്മീയ വിദ്യാഭ്യാസം വേണ്ടത്. മനുഷ്യൻ ആരാണെന്ന് പഠിക്കണമെങ്കിൽ എത്ര വലിയ അധ്യാപകരുടെ മുന്നിൽ പഠിച്ചാലും അത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതിന് ആത്മീയമായ ബോധമാവേണ്ടത്. നമ്മൾ എങ്ങനെ കഴിക്കണം, എങ്ങനെ കുടിക്കണം, ആരാണ് അച്ഛൻ, ആരാണ് അമ്മ. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. സമൂഹത്തിലെ ഓരോന്നിനോടും അവന് കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. നീ അവസാന ദിവസം നിന്നിലേക്ക് അടുക്കുമ്പോഴാണെങ്കിലും നീ ഒരു തൈ നടണമെന്ന് പറഞ്ഞത് വിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിന്റെ അയൽവാസി അവൻ പട്ടിണി കിടക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞത് പ്രൊഫറ്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മനുഷ്യൻ മതമേതായാലും മനുഷ്യനാണ് നന്നാവേണ്ടതെന്ന വലിയ ആപ്തവാക്യം നമ്മളോട് പഠിപ്പിച്ചു തന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത് മനുഷ്യത്വത്തിലേക്കുള്ള വലിയ വഴിയാണ്. ഈ വഴി ധന്യമാക്കാൻ വേണ്ടി നൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് നമ്മുടെ സമൂഹത്തെ പൈതൃകത്തിലേക്ക് വീണ്ടെടുപ്പിച്ചിട്ട് സൗഹാർദ്ദത്തോടുകൂടി അന്യന്റെ അടുപ്പിൽ പുകയണമെങ്കിൽ നമ്മുടെ അടുപ്പ് പുകയുമ്പോൾ അന്യന്റെ വീടും പുകയണം, അവന്റെ അടുപ്പും പുകയണം, അവന്റെ വീട്ടിൽ പട്ടിണി കിടക്കാൻ പാടില്ല എന്ന വലിയ തത്വങ്ങൾ നിന്റെ മകനെ ഒരു യതീമായ ഒരു അനാഥനായ ബാല്യന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നീ അവന്റെ താലോലിക്കാൻ പാടില്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നത് അത് നമ്മളോടാണ്. അതിൽ മതമില്ല, അവിടെ വർഗമില്ല, മനുഷ്യനോടാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്. നാം ആദ്യം ആവേണ്ടത് മനുഷ്യനാവണം. മനുഷ്യൻ എന്നത് ധർമ്മത്തിലും നീതിയിലും ബോധത്തിലുമെല്ലാം കൃത്യമായ മനുഷ്യൻ. ആ മനുഷ്യത്വത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് ഹയാത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന വലിയൊരു സംവിധാനിച്ചിട്ടുള്ളത്. ഇത് നൂറ്റാണ്ടായി 25ാം വാർഷികമാണ് വരുന്ന ബുധൻ വ്യാഴം ദിവസങ്ങളിലുള്ളത്. ഈ നാട്ടിലെ എല്ലാ മതവിശ്വാസികളെയും ജാതിക്കപ്പുറം, മതത്തിനപ്പുറം, വർഗത്തിനപ്പുറം, വർണ്ണത്തിനപ്പുറം എല്ലാ ആളുകളെയും കൃത്യമായി അങ്ങോട്ട് സമയബന്ധിതമായി എത്തിച്ചേരണമെന്ന് പ്രത്യേകം ക്ഷണിക്കുകയാണ്. മനുഷ്യൻ എന്ന കൃത്യബോധ്യത്തിലേക്ക്, നമ്മുടെ പൈതൃകത്തിലേക്ക്, അതിന്റെ വീണ്ടെടുപ്പിന് വിജ്ഞാനം അത്യാവശ്യമാണ്. ആ വിജ്ഞാനം വേണ്ടത് മതഭൗതിക വിജ്ഞാനമാണ്. മതം വേണം, ഭൗതികതയും വേണം. ഭൗതിക വിദ്യാഭ്യാസം എന്നത് കേവലം ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. മറ്റൊരുത്തന്റെ കയ്യിലുള്ള സമ്പത്ത് നമ്മുടെ കയ്യിലേക്ക് എങ്ങനെ എത്തിക്കാമെന്ന കുതന്ത്രങ്ങളുടെ കുൽസിതമായ പ്രവർത്തനങ്ങൾക്കല്ല. നേരെ മറിച്ച് ഈ ഭൗതിക ലോകത്ത് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ അയൽവാസിയും ജീവിക്കേണ്ടവനാണ്. ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ അയൽവാസിയും ജീവിക്കേണ്ടവനാണ്. ഒരു പിടി വെള്ളം, ഒരു പിടി ഭക്ഷണം അവന് കൊടുത്തില്ല എങ്കിൽ എന്നോട് എൻ്റെ ഉടയ തമ്പുരാൻ ചോദ്യം ചെയ്യുമെന്ന ബോധ്യമുള്ള ഒരു സംസ്കാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ 25 വർഷക്കാലവും ഹയാത്തുൽ ഇസ്ലാം പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങോട്ടായിരിക്കും. അതിന്റെ തത്വവും അതിന്റെ പ്രമേയവുമാണ് ഈ വിജ്ഞാനം വീണ്ടെടുപ്പ്. അത് പൈതൃകത്തിലേക്കുള്ള തിരിച്ചു നടപ്പാണെന്ന ബോധ്യത്തിലേക്ക് സമൂഹത്തെ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. 25ാം വാർഷികം എല്ലാ ആളുകളും ഡേറ്റ് ഓർത്തു വെക്കുക. ഈ വരുന്ന ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വടുതല ഹയാത്തുൽ ഇസ്ലാം കോളേജിൽ വെച്ച് നടക്കുകയാണ്. എല്ലാ ആളുകളും സമയബന്ധിതമായി എത്തിച്ചേരണമെന്ന് എല്ലാ ആളുകളെയും ക്ഷണിക്കുന്നു, ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പൈതൃക വീണ്ടെടുപ്പ്
പറുദീസയിലുണ്ടൊരു മുല്ല പരിപാവനമായൊരു സിറമുല്ല പരിശോഭിതമാണ് നബിയുള്ള പാരിൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറുദീസയിലുണ്ടൊരു മുല്ല പരിപാവനമായൊരു സിറമുല്ല പരിശോഭിതമാണ് നബിയുള്ള പാരിൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ലാഹൂത്തിൻ അധിപതനൂറേ ലാവണ്യത്തിനൊരു ബദറേ ലാഹൂത്തിൻ അധിപതനൂറേ ലാവണ്യത്തിനൊരു ബദറേ ലൗഹിൽ നിറഞ്ഞൊരു നായകനെ സുബരേ ഗുരുവേ റൂഹേ ലോകം പടൈത്ത പുരാണവകേജ്ഞനൂറേ ജിന്നും ജമൽ ജിബാലും പറവകളൊക്കെ പടച്ചവനെ അഹദേ ജന്നാത്തുൽ ഫിർദൗസിൽ കോർത്തു ഗുരു തൊരു പേര് മുഹമ്മദരേ ജിന്നും ജമൽ ജിബാലും പറവകളൊക്കെ പടച്ചവനെ അഹദേ ജന്നാത്തുൽ ഫിർദൗസിൽ കോർത്തു ഗുരു തൊരു പേര് മുഹമ്മദരേ ഖുദ്സിന്റെ മിനാലമിലൂടെ മാനവിലേറി പറന്നവരെ മിഅ്റാജിൽ മന്നാലത്ത് മുനാജ നടത്തിയതും അജബേ ഖുദ്സിന്റെ മിനാലമിലൂടെ വാനമിലേറി പറന്നവരെ മിഅ്റാജിൽ മന്നാലത്ത് മുനാജ നടത്തിയതും അജബേ മുനാജ നടത്തിയതും അജബേ പറുദീസയിലുണ്ടൊരു മുല്ല പരിപാവനമായൊരു സിറമുല്ല പരിശോഭിതമാണ് നബിയുള്ളാഹി പാരിൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറുദീസയിലുണ്ടൊരു മുല്ല പരിപാവനമായൊരു സിറമുല്ല പരിശോഭിതമാണ് നബിയുള്ളാഹി പാരിൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം ശ്രവിക്കുന്ന ഇതര മത വിശ്വാസി ആദർശങ്ങളിലുള്ള സുഹൃത്തുക്കളെ ഏവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. 25 വർഷത്തോളമായി വടുതല പാണാവള്ളി പരിസര പ്രദേശങ്ങളിലെല്ലാം ദീനി സേവനങ്ങൾ കൊണ്ട് സജീവമായ ഹയാത്തുൽ ഇസ്ലാം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വേളയിലാണ് നമ്മളുള്ളത്. സനദ് ദാന സമ്മേളനം ഈ വരുന്ന ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടക്കുകയാണ്. പൈതൃക വീണ്ടെടുപ്പിന് വിജ്ഞാന വിപ്ലവം എന്ന പ്രമേയത്തിലാണ് നാം സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇസ്ലാമിന്റെ പൈതൃകത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 23 വർഷങ്ങളുടെ സജീവമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇസ്ലാം നമ്മളിലേക്ക് കടന്നു വന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾ എപ്രകാരമാണോ അപ്രകാരം തന്നെയാണ് ഇന്നും ഇസ്ലാമിന്റെ ആദർശമുള്ളത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന എന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു തആല പറഞ്ഞുവിട്ട ആ കൽപ്പനകൾ, ആ നിർദ്ദേശങ്ങൾ, അവിടം കൊണ്ടാണ് ഇസ്ലാമിന്റെ സമ്പൂർത്തീകരണങ്ങൾ ഉണ്ടായത്. അവിടെയാണ് ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണത നമ്മളിലേക്ക് കടന്നു വന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബാക്കളിലേക്ക് പറഞ്ഞുവിട്ടത് അതാണ്. ഇമാമുമാരിലൂടെ, സ്വഹാബാക്കളിലൂടെ, താബിഉകളിലൂടെ, തബഉ താബിഉകളിലൂടെ മാലിക് ഇബ്നു ദീനാറും സംഘവും നമ്മളിലേക്ക് പറഞ്ഞു തന്നത്. അവിടെയാണ് നമ്മുടെ ജീവിതം ഉണ്ടാവേണ്ടത്. കേവലം ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ആദർശങ്ങളും വിശ്വാസങ്ങളും മറന്നു പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അവസാനം വളരെ പരിണിത ഫലങ്ങൾ വളരെ കലുഷിതമായി തീരും. കാരണം ഇസ്ലാം ഇവിടെ കടന്നു വന്നത് ഇന്നും ഇന്നലെയുമല്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലാണ്. അതാണ് പൈതൃകം. അവിടെയാണ്, അതിന്റെ വീണ്ടെടുപ്പാണ് നമ്മുടെ ശാശ്വതമായ വിജയത്തിന് നിദാനം. കാരണം ഇതിനേക്കാൾ പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലെ ഉപ്പമാർ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചു മരിച്ചുപോയ ഒരുപാട് പൂർവികർ നമുക്കുണ്ട്. എന്നാൽ ഇന്ന് നിസ്കാര
തഴമ്പുണ്ട്, ജീവിതത്തിൽ വലിയ സൗകര്യങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ വലിയ വാഗ്വാദനങ്ങൾക്ക് അവസരങ്ങളുണ്ട്. എന്നിട്ടും എന്തേ നമ്മുടെ മരണങ്ങൾ വളരെ പ്രയാസകരമായി തീരുന്നു? നമ്മുടെ അവസാന സമയത്തുള്ള വിജയം അവിടെയാണ് ശാശ്വത വിജയമെന്ന കൃത്യമായ ബോധ്യം, അതിന് പൈതൃകം എന്നും ആവശ്യമാണ്. അതിന്റെ വീണ്ടെടുപ്പാണ് ഹയാത്തുൽ ഇസ്ലാം നമ്മുടെ മുന്നിൽ സജീവമായി നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത്. പൈതൃക വീണ്ടെടുപ്പ് അത് നമ്മുടെ ശാശ്വതമായ വിജയമാണ്. അവിടെയാണ് വിജ്ഞാന വിപ്ലവങ്ങൾ ഉണ്ടാവേണ്ടത്. അവിടെയാണ് നാം പഠിക്കേണ്ടത്. ഇസ്ലാം നമുക്ക് ആരാണ് പകർന്നു തന്നത്? ആരിലൂടെയാണ് ഇസ്ലാം കടന്നു വന്നത്? വിശുദ്ധമായ ഖുർആൻ കേവലം പരിഭാഷകൾ വായിച്ച് നമ്മുടെ ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമാവുമോ? ഒരിക്കലുമില്ല. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കുറച്ച് ആളുകൾ മദ്യപിച്ചു. അവര് പറഞ്ഞത് ഖുർആനിന്റെ പരിഭാഷയാണ്, അവര് പറഞ്ഞത് ഖുർആനിന്റെ വിവർത്തനമാണ്, മദ്യപാനം ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ്. എന്നിട്ടും ഖുർആനിന്റെ അർത്ഥം വെച്ചുകൊണ്ട് അവർ അത് സജീവമായി കൊണ്ടാടുമ്പോഴാണ് ഇന്ന് ഓൺലൈനിലൂടെ കേവലമായ ഖുർആൻ പരിഭാഷകൾ വായിച്ച് നമുക്കും സത്യാദർശങ്ങളിലേക്ക് കടന്നു വരാമെന്ന ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നത്. കേവലം ബാർകോഡുകൾ ഇസ്ലാമിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത്. ബാർകോഡുകളുടെ ലിങ്കുകൾ യൂട്യൂബിലേക്കാണെങ്കിൽ നമ്മുടെ ലിങ്ക് എത്തിച്ചേരേണ്ടത് വിശുദ്ധമായ ഇസ്ലാമിലേക്കാണ്, വിശുദ്ധമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. കേവലമായ ബാർകോഡുകളല്ല ഇസ്ലാം, കേവലമായ യൂട്യൂബ് ചർച്ചകളല്ല ഇസ്ലാം. ഇസ്ലാം എന്നത് ആദർശമാണ്. നമുക്ക് ആദർശം പറഞ്ഞു തന്നത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ആദർശത്തിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. അവിടെയാണ് വിശ്വാസമുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിങ്ങൾ സ്വർഗ്ഗത്തിലാണ് ഉമർ തങ്ങളെ എന്ന് പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് നമുക്ക് നമ്മുടെ നിസ്കാരങ്ങളുടെ ജമാഅത്തുകൾ റമദാനിലെയും മറ്റും നമ്മളിലേക്ക് പരിചിതമാക്കി തന്നത്. അവിടെയാണ് നമ്മുടെ ആദർശം ഉണ്ടാവേണ്ടത്. കേവലമായ ഭൗതിക താല്പര്യങ്ങൾ, എന്തെങ്കിലും നക്കാപ്പിച്ചകൾക്ക് വേണ്ടി നമ്മുടെ ഈ ദുനിയാവ് നഷ്ടപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ മക്കൾ ലഹരിയിലേക്ക് അടിമപ്പെട്ടു പോകുന്നത്. നമ്മുടെ നാടുകളിൽ ഇതിനേക്കാൾ വലിയ സജീവമായ ആത്മീയതകൾ മുറ്റി നിന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ വീടുകൾ പട്ടിണിയിലായിരുന്നു, പരിവട്ടത്തിലായിരുന്നു. പക്ഷേ അന്ന് മതസൗഹാർദ്ദമുണ്ടായിരുന്നു, സാഹോദര്യമുണ്ടായിരുന്നു. നമ്മുടെ വീടിന്റെ അതിരുകളിൽ വേലിക്കെട്ടുകളില്ലായിരുന്നു. ഇന്ന് വലിയ മതിലുകളുണ്ട്, മണിമാളികകളുണ്ട്. പക്ഷെ ഹൃദയങ്ങൾ അകന്നുപോയി. കാരണം പാരമ്പര്യം നഷ്ടപ്പെട്ടു പോയതാണ്. പാരമ്പര്യ വിശ്വാസം എങ്ങനെയാണ്? അക്രിം ജാറക വലൗ കാന കാഫിറ. നിന്റെ അയൽവാസി അവൻ ഏത് പ്രസ്ഥാനക്കാരനാവട്ടെ, ഏത് ആദർശക്കാരനാവട്ടെ, അവനോട് നീ മാന്യമായി പെരുമാറണമെന്നാണ്. ഇന്ന് മതത്തിന്റെ പേരിൽ വേലിക്കെട്ടുകൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് മനുഷ്യത്വമാണ്. മനുഷ്യത്വം ഉണ്ടാവണമെങ്കിലോ നമുക്ക് വേണ്ടത് പാരമ്പര്യമായ ജീവിത ശൈലിയാണ്. പാരമ്പര്യ ജീവിത ശൈലി അന്യന്റെ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോ, പെരുന്നാൾ വരുമ്പോ, മറ്റു ആവശ്യങ്ങൾ വരുമ്പോ അയൽപക്കക്കാരന് വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്നും ഭക്ഷണങ്ങൾ നൽകിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്നത് മാറിപ്പോയി. ഇന്ന് സൗഹൃദങ്ങൾക്ക് അവിടെ വിലയിടുന്നത് മതങ്ങൾ കൊണ്ട് മാത്രമാണ്. അക്രമങ്ങളിലേക്ക് നമ്മുടെ ജീവിത ശൈലികൾ മാറിപ്പോകുമ്പോൾ നമ്മുടെ മക്കൾ ലഹരിക്ക് അടിമപ്പെടുന്നു, ലഹരിയിലേക്ക് കടന്നുകൂടുന്നു. ഭൗതിക വിദ്യാഭ്യാസങ്ങൾ മാനദണ്ഡമാക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങൾ നമുക്ക്, മീഡിയകൾ നമുക്ക് പറഞ്ഞു തന്നു. ഭർത്തൃമാതാവിന്റെ മാറിടത്തിൽ ചവിട്ടുന്ന മരുമോളുടെ വീഡിയോകൾ നമ്മൾ കാണുമ്പോ ആ പെണ്ണ് +2 വിദ്യാർത്ഥികൾക്ക് പാഠങ്ങൾ നൽകുന്ന അധ്യാപികയാണ് എന്ന് നമ്മളോട് പറഞ്ഞു തരുമ്പോഴാണ് ഭൗതികമായ വിദ്യാഭ്യാസം മാത്രമല്ല മാനദണ്ഡമെന്ന് നമുക്ക് ബോധ്യമാകുന്നത്. അതിനു മുമ്പുള്ള ദിനങ്ങളിൽ ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു. കേസിലെ പ്രതി നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സഹോദരിയാണ്. അതിനു മുമ്പ് മറ്റൊരു സമയത്ത് തന്റെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിക്ക് ജ്യൂസിൽ ലഹരി കൊടുത്ത ആ പെൺകുട്ടി, അവൾക്കുമുണ്ടായിരുന്നു വലിയ റാങ്കുകൾ. അതെല്ലാം ഭൗതിക താല്പര്യങ്ങളുടെ പിന്നാലെ പോകുന്ന നമ്മളോടുള്ള പാഠങ്ങളാണെങ്കിൽ നമ്മുടെ മക്കൾ അവർ വളരേണ്ടത് ഏത് മതത്തിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും മനുഷ്യത്വം എന്ന സംസ്കാരത്തിലേക്ക് നമ്മൾ മാറണം. മനുഷ്യത്വം പറഞ്ഞു തരുന്ന ഇസ്ലാം, അതിന്റെ ആദർശങ്ങൾ അത് 25 വർഷക്കാലം കൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് പറഞ്ഞു തന്നതാണ് ഹയാത്തുൽ ഇസ്ലാം. ഹയാത്തുൽ ഇസ്ലാം എന്ന നമ്മുടെ ഒരു
പ്രസ്ഥാനം. അതിന്റെ 25ാം വാർഷികമാണ്, സിൽവർ ജൂബിലിയാണ്, 1/4 നൂറ്റാണ്ടാണ് കടന്നു വരുന്നത്. ബുധൻ വ്യാഴം ദിനങ്ങളിൽ നാം എല്ലാം വടുതയിലേക്ക് എത്തണം. വരുന്നത് മൗലാന പേരോട് ഉസ്താദാണ്, ആദർശത്തിന്റെ കുലപതി, യഥാർത്ഥമായ ദീനിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത പ്രിയപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് നമ്മുടെ പ്രദേശത്തേക്ക് കടന്നു വരുമ്പോ നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന ആശയ ആദർശങ്ങൾ എവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെയാണ് നമ്മുടെ ആഖിറ നഷ്ടപ്പെടുന്നത് ബോധ്യമുണ്ടാവണം. ഈമാനും ഇസ്ലാമും യഥാർത്ഥമായ ജീവിത ശൈലിയാകാതെ അഹങ്കാരത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇബ്ലീസിന്റെ അവസാനം എപ്രകാരമാണോ അപ്രകാരമായിരിക്കും നമ്മുടെയും അവസാനം ഉണ്ടാവുക. നമ്മുടെ അവസാനം ആഖിബത്ത് നന്നാവണമെങ്കിൽ, ദിക്ർ ചൊല്ലണമെങ്കിൽ, അവസാനം നന്നാവണമെങ്കിൽ നാം പൈതൃകത്തിലേക്കാണ് മടങ്ങി വരേണ്ടത്. കാരണം ഇസ്ലാം എന്നത് പൈതൃകമാണ്, ഇസ്ലാം എന്നത് പാരമ്പര്യമാണ്, ഇസ്ലാം എന്നത് യാഥാസ്ഥികം തന്നെയാണ്. അവിടെയാണ് യഥാർത്ഥമായ ഐക്യമുള്ളത്. അവിടെയാണ് സ്വഹാബികൾ വിരന്നൂട്ടിയ ഒരു കേരളീയ സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കുക. അവിടെയാണ് കുഞ്ഞായി മരക്കാരെയും കുഞ്ഞായി മുസ്ലിയാരെയും മങ്ങാട്ടച്ചനെയും നമുക്ക് പഠിക്കാൻ സാധ്യമാവുക. സൗഹൃദങ്ങൾ, മതങ്ങൾക്കപ്പുറത്ത് സൗഹൃദങ്ങൾ ഉണ്ടാകുമ്പോ, മനുഷ്യത്വം ഉണ്ടാകുമ്പോ, തന്റെ മുന്നിൽ കിടക്കുന്നവൻ അവന്റെ ശരീരത്തിൽ നിന്നും ഉതിർന്നു വീഴുന്ന നിണം അത് തന്റെ ശരീരത്തിലുള്ള അതേ രക്തമാണെന്ന ബോധ്യമുണ്ടാവണമെങ്കിൽ അവൻ യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് കടന്നു വരണം. അതിന് പാരമ്പര്യ ഇസ്ലാമായിരിക്കണം. അങ്ങോട്ടുള്ള ചലനം, അങ്ങോട്ടുള്ള ജീവിതം അത് തന്നെയാവണം യാഥാസ്ഥികമായ നമ്മുടെ ജീവിത ശാസ്ത്രങ്ങളിലേക്ക് കടന്നു വരേണ്ടത്. അവിടെയാണ് അവസാന വിജയം ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ പൈതൃകങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന നമ്മുടെ നാടിന്റെ എല്ലാ അഭിമാനവുമാകുന്ന ഹയാത്തിന്റെ 25ാം വാർഷികം വരുന്ന ബുധൻ വ്യാഴം ദിനങ്ങളിൽ കൊണ്ടാടുമ്പോ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും അങ്ങോട്ടെത്തണം. കാരണം നമുക്ക് വേണ്ടത് പാരമ്പര്യമാണ്, നമുക്ക് വേണ്ടത് ആദർശമാണ്, നമുക്ക് വേണ്ടത് സ്വഹാബികൾ പറഞ്ഞു തന്നതാണ്, നബി തങ്ങൾ കാണിച്ചു തന്നതാണ്, അല്ല പറഞ്ഞു തന്നതാണ്. അവിടേക്കാണ് പാരമ്പര്യം എത്തേണ്ടത്. കേവലമാകുന്ന ഭൗതികതയുടെ പിന്നാലെ പോയിട്ട് അവസാനം ഒന്നുമില്ലാതെ 8ഉം 10ഉം 12ഉമായി ചിന്ന ഭിന്നമാകുന്ന വെറും ലിങ്കുകളായി, വെറും ബാർകോഡുകളിലേക്ക് ഒതുങ്ങുന്ന ഇസ്ലാമിന്റെ അപ്പുറത്തേക്ക് നാം വരേണ്ടത് വിശ്വാസത്തിലേക്കാണ്, ആദർശത്തിലേക്കാണ്, സുന്നത്ത് ജമാഅത്തിലേക്കാണ്, യഥാർത്ഥമായ ബോധ്യത്തിലേക്കാണ്. അതിനായിക്കൊള്ളട്ടെ നമ്മുടെ എല്ലാ ജീവിത ശൈലിയും, അതിനായിക്കൊള്ളട്ടെ നമ്മുടെ എല്ലാ ജീവിത പ്രവർത്തനങ്ങളും. മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടി മരിക്കണം. നമ്മുടെ മക്കൾ നമ്മുടെ കബറിടത്തിൽ വരണം. എന്റെ ഉമ്മയാണ്, എന്റെ ഉപ്പയാണ് മരിച്ചതെന്ന ബോധ്യം വേണം. എന്റെ ഉമ്മയാണ്, അവളുടെ മാറിടത്തിൽ ചവിട്ടാൻ പാടില്ല, ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന ബോധ്യത്തിലേക്ക് എത്തണം. അതിന് നാം വേണ്ടത് നമ്മുടെ മക്കളെ പൂർവികരായ നമ്മുടെ പൂർവ്വപിതാക്കന്മാരും ഉമ്മമാരും പഠിപ്പിച്ചു തന്ന പാഠങ്ങളിലേക്ക്, മൗലിദ് മാലകളിലേക്ക്, സ്വലാത്ത് ഹൽക്കകളിലേക്ക്, ദിക്ർ ദുആകളിലേക്ക് നാം നമ്മുടെ മക്കളെ എത്തിച്ചാൽ അവരുടെ ആഖിറം സംശുദ്ധമാകും, അവരുടെ ആഖിറം ആഖിബത്ത് നന്നാവും, സ്വർഗത്തിലും അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ സാധ്യമാകും. അതിന്റെ പുറത്തേക്കുള്ള ജീവിതം അത് നമുക്ക് നഷ്ടമാണ്, സ്വർഗമാണ്, ഈ ദുനിയാവ് മാത്രമേ ഉണ്ടാവൂ എന്ന ബോധ്യം വേണം. അതിന് വേണ്ടത് പൈതൃകത്തിലേക്കുള്ള മടക്കമാണ്. അതിനാവട്ടെ നമ്മുടെ ഇനിയുള്ള തയ്യാറെടുപ്പുകൾ. ബുധൻ വ്യാഴങ്ങളിൽ നടക്കുന്ന സിൽവർ ജൂബിലിയിൽ എല്ലാ നാട്ടുകാരും സജീവമായി ഉണ്ടാവണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ, ഹയാത്തുൽ ഇസ്ലാമിന്റെ പേരിൽ, SSF ആന്നലത്തോട് യൂണിറ്റിന്റെ പേരിൽ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ അമീൻ വഅലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. ശബ്ദം ശ്രവിക്കുന്ന ഇതര മത ആദർശ വിശ്വാസികൾക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. പൈതൃക വീണ്ടെടുപ്പിന് വൈജ്ഞാനിക വിപ്ലവം എന്ന ശീർഷകത്തിൽ വടുതല ഹയാത്തുൽ ഇസ്ലാമിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നടക്കുകയാണ്. വടുതല ഹയാത്തിന് മുമ്പും ശേഷവും എന്ന തരത്തിൽ അടയാളപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണർവും നമ്മുടെ നാട്ടിൽ ഹയാത്തുൽ ഇസ്ലാമിനെ കൊണ്ടുണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വിജ്ഞാനം എന്നത് ഏതൊരു മനുഷ്യനെയും മനുഷ്യനാക്കാൻ അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ്. നിങ്ങളൊന്ന് ഉത്തരേന്ത്യയിലേക്ക് നോക്കുക, അവിടെ എത്രമാത്രം അരാജകത്വങ്ങളാണ് നടക്കുന്നത്. അതിന് കാരണമായി വിദ്യാഭ്യാസ വിചക്ഷണർ, വിവരവും ബോധവുമുള്ളവർ അടയാളപ്പെടുത്തുന്നത് അവിടെ വിദ്യാഭ്യാസമില്ല, വിജ്ഞാനമില്ല എന്നതാണ്. ധാർമ്മികമായ
ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം എന്നത് ഒരു മനുഷ്യനെ നിർമ്മിക്കുന്നു, അതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്ന് മഹത്തുക്കളായ ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. വിദ്യാർത്ഥിത്വം അല്ലെങ്കിൽ വിദ്യാഭ്യാസം നമ്മൾ നേടുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ മനുഷ്യരായി തീരുന്നത്. എന്തെങ്കിലും പഠിച്ച ഇവിടെ ഇന്ന് അടുത്ത കാലഘട്ടത്തിൽ പത്രമാധ്യമങ്ങളിലൂടെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, എല്ലാവിധ പ്രതികളായി ചേർക്കപ്പെടുന്നവർ അവരെല്ലാവരും വിദ്യാഭ്യാസം നേടിയ ആളുകൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു ഭർത്തൃമാതാവിനെ ആക്രമിച്ച ഒരു സ്ത്രീ. കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു ഒരു കളക്ടറെ, അത് ഏറ്റവും വലിയ വിദ്യാഭ്യാസം MBBS-ൽ ഏറ്റവും ഉയർന്ന റാങ്ക് നേടിയ, പിന്നെ IAS-ൽ ഏറ്റവും ഉയർന്ന റാങ്ക് നേടിയ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരാളെ കൊലപ്പെടുത്തുകയാണ്. അപ്പോൾ കേവലം ഒരു വിദ്യാഭ്യാസം മാത്രം ഉണ്ടായാൽ പോരാ, വിവേകപൂർവമായ വിദ്യാഭ്യാസം നമ്മൾ നേടേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത്തരത്തിലുള്ള മാനുഷികമായ പരിഗണനകളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഹയാത്തുൽ ഇസ്ലാം കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ സ്ഥാപിതമായത്. മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, വലിയ തത്വസംഹിതകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇസ്ലാം എന്ന് പറയുന്ന വലിയ ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹയാത്തുൽ ഇസ്ലാം 25 വർഷം പൂർത്തിയാക്കുകയാണ്. നിങ്ങളെ ഏവരെയും ഞങ്ങൾ ഹയാത്തുൽ ഇസ്ലാമിലേക്ക്, ഹയാത്തുൽ ഇസ്ലാമിനെ പരിചയപ്പെടാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മനുഷ്യനാവുക, മാനവികനാവുക, മതങ്ങൾക്കപ്പുറം നമ്മൾ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുക. അല്ലാഹു തആല സർവശക്തനായ ജഗന്നിയന്താവ് അതിന് നമുക്ക് വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥന ഇവിടെ സ്വീകരണത്തിന് നന്ദിയായി അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും നിങ്ങളെ ഏവരെയും വരുന്ന ബുധൻ വ്യാഴം ദിവസങ്ങളിലേക്ക് ഹയാത്തുൽ ഇസ്ലാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹയാത്തുൽ ഇസ്ലാമിനെ പരിചയപ്പെടാൻ, ഹയാത്തുൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കാൻ, ഹയാത്തുൽ ഇസ്ലാമിൻ്റെ സമ്മേളനത്തിൽ ഒരു ഭാഗവാക്കാവാൻ ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരത്തിന് വിട നൽകുന്നു. ഒരിക്കൽ കൂടി സ്വീകരണത്തിന് നന്ദി അർപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സ്നേഹ ധന്യ അഭിവാദ്യങ്ങൾ അറിയിക്കും. പൈതൃക വീണ്ടെടുപ്പിന് വിജ്ഞാന വിപ്ലവം എന്ന മഹത്തായ പ്രമേയം ഉയർത്തിപ്പിടിച്ച് വടുതലയിലെ ജീവകാരുണ്യ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഹയാത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനം അതിൻ്റെ 25ാമത് വാർഷികം ആഘോഷിക്കുകയാണ്. 25ൻ്റെ നിറവിൽ ഹയാത്തുൽ ഇസ്ലാം, ഹയാത്ത് വടുതല എന്ന പേരിൽ അറിയപ്പെടുന്ന മഹത്തായ സ്ഥാപനം 25 വർഷക്കാലങ്ങളിൽ ഈ നാടിന് സമർപ്പിച്ചത് സയ്യിദ് മൗലൽ ബുഖാരി തങ്ങളവറുകളുടെ വടുതല കാട്ടുപുറം സാദാത്യങ്ങളുടെ പാരമ്പര്യം സമൂഹത്തിൽ സമർപ്പിച്ചു എന്ന വലിയ ദൗത്യമാണ് ഹയാത്ത് 25 വർഷക്കാലം നിർവഹിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സമഗ്രമായി എല്ലാ മേഖലകളിലും കടന്നു ചെല്ലുന്ന മഹത്തായ മതമാണ് ഇസ്ലാം. ഈ രാജ്യത്ത് നിരവധി പ്രത്യയശാസ്ത്രങ്ങളും മതങ്ങളും ഒക്കെ നിലവിലുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. മതേതര ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ തന്നെ നിരവധി പ്രത്യയശാസ്ത്രങ്ങളും മതങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഈ മതങ്ങളുടെ കൂട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്, ഇസ്ലാമിൻ്റെ ജീവൻ എന്നുള്ളത് വിജ്ഞാനമാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാമിന് ജീവൻ നൽകുന്നത് മഹത്തായ വിജ്ഞാനമാണ് എന്ന് അടിവരയിട്ട് പറയുന്ന മതമാണ് ഇസ്ലാം. ഈ വിജ്ഞാനത്തിൻ്റെ നല്ല രീതിയിലുള്ള, ശരിയായ രീതിയിലുള്ള പ്രചരണം നടക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധമായ ഇസ്ലാം മതത്തിന് നിലനിൽപ്പുണ്ടാകുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇസ്ലാം എന്ന മതം, നമ്മുടെ മതമാകുന്ന ഇസ്ലാം യഥാർത്ഥത്തിൽ അത് പാരമ്പര്യമാണ്. പാരമ്പര്യത്തെ വിട്ടുകൊണ്ട് അതിനെ മുറിച്ചു കളഞ്ഞുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള സന്ധിയും പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നമ്മുടെ നാടിന് ഇസ്ലാമികമായ വൈജ്ഞാനികമായ ഉണർവ് നൽകിയ
കോട്ടൂർ പള്ളിയുടെ സ്ഥാപകനായ സയ്യിദ് മൗലൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, കാട്ടുപുറം മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശാത്തിരി സാദാത്യങ്ങൾ അവരെല്ലാം കാണിച്ചു തന്ന മഹത്തായ പാരമ്പര്യം, ആ പാരമ്പര്യം തന്നെയാണ് ഹയാത്തുൽ ഇസ്ലാം ലോകത്തിന്, ഈ നാടിന് സമർപ്പിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെ ഒരു പാരമ്പര്യത്തിൻ്റെ വീണ്ടെടുപ്പ്, അതിന് മനഃപൂർവമായ ബോധപൂർവമായ ശ്രമങ്ങളാണ് ഹയാത്തുൽ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വടുതലയിലെ ചെറിയ ഒരു തക്യാവിൽ നിന്ന് ആരംഭിച്ച് 50ഓളം വിദ്യാർത്ഥികൾ ഹിഫ്ളുൽ ഖുർആൻ കോളേജിലും ദഅവാ സ്ഥാപനങ്ങളിലുമായി വിദ്യ അഭ്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർത്തും സൗജന്യമായ ഭക്ഷണവും താമസവും പഠനവുമെല്ലാം ഹയാത്തുൽ ഇസ്ലാം നൽകിക്കൊണ്ട് 50ഓളം വരുന്ന വിദ്യാർത്ഥികളെ സമൂഹത്തിലേക്ക് പ്രാപ്തരാക്കി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം ഉപരി ഹയാത്തുൽ ഇസ്ലാം നടത്തുന്ന സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ, ഈ നാടിൻ്റെ ചൈതന്യത്തിന് ഹയാത്തുൽ ഇസ്ലാം എന്ന സ്ഥാപനം നിർവഹിക്കുന്ന ആത്മീയ മജ്ലിസുകൾ, ഇതെല്ലാം 25 വർഷമായി നമ്മുടെ വടുതല എന്ന നാടിനെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. വടുതലയിലെ പാരമ്പര്യത്തിന് തുരങ്കം വെച്ച ഉൽപ്പതിഷ്ണുക്കളായ ഇസ്ലാമിസ്റ്റുകളെ തിരിച്ചറിയാൻ പാരമ്പര്യമാണ് മതം, മതം പാരമ്പര്യം തന്നെയാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഈ 25 വർഷക്കാലത്തെ ഹയാത്തിൻ്റെ പ്രവർത്തനം. ആ 25 വർഷത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ ഹയാത്ത് ചാരിതാർത്ഥ്യത്തിൻ്റെ നെറുകയിലാണ്. ഇൻഷാ അല്ലാഹ് ആ സന്തോഷം സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നാം ആഘോഷിക്കുകയാണ്. ഈ വരുന്ന ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വടുതല ഹയാത്തിൽ നടക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളിലേക്ക് നിങ്ങളേവരെയും, ഈ നാട്ടിലുള്ള സർവ വിശ്വാസികളെയും എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മറ്റു സഹോദര സമുദായാംഗങ്ങളിലുള്ളവരെയും ഹയാത്തുൽ ഇസ്ലാമിൻ്റെ ഈ സന്തോഷ മുഹൂർത്തത്തിലേക്ക് ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ്. വരുന്ന 20, 21 തീയതികളിൽ സാദാത്യങ്ങളുടെ സയ്യിദ് തറവാട്ടിലെ നബിതങ്ങളുടെ പരമ്പരയിലെ പ്രമുഖനായ പണ്ഡിതനും പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമുള്ള ഹാഫിളുമായ മഹാനായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ അതിൽ പങ്കെടുക്കുന്നു. പ്രഭാഷണ രംഗത്തെ ചക്രവർത്തിയായ മൗലാന പേരോട് ഉസ്താദും ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. നിങ്ങളേവരെയും മഹത്തായ സിൽവർ ജൂബിലി ആഘോഷങ്ങളിലേക്ക് സാദരം ക്ഷണിച്ചുകൊണ്ട് ഈ പൈതൃക വീണ്ടെടുപ്പിന് വിജ്ഞാന വിപ്ലവം എന്ന ആശയവുമായി വടുതല ഹയാത്തുൽ ഇസ്ലാം സ്ഥാപനത്തിൻ്റെ മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള വിളംബര റാലിയിലാണ് ചക്കാല എന്ന പ്രദേശത്താണ് നാം ഏവരും എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, വടുതല എന്ന് പറയുന്ന അതിമഹത്തായ ഈ നാടിനെ കുറിച്ച് ഇവിടുത്തെ ചരിത്രങ്ങൾ അറിയുന്ന ഏവരുമാണ് ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. വടുതല ഒരു കാലത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ വലിയ പണ്ഡിതന്മാരും മഹാന്മാരും ജീവിച്ച് നമ്മോട് വിട പറഞ്ഞ ഒരു നാടാണ് വടുതല. മഹാന്മാരായ സാദാത്തുക്കളും പണ്ഡിതന്മാരും എല്ലാം നമ്മുടെ നാടിന് വലിയ ആശയ ആദർശങ്ങൾ നൽകിയാണ് നമ്മോട് വിട പറഞ്ഞത്. പൈതൃക വീണ്ടെടുപ്പിന് വിജ്ഞാന വിപ്ലവം എന്ന ആശയത്തിന്റെ പ്രസക്തി നാം മനസ്സിലാക്കുന്നത് അവരുടെ സേവനത്തെ ഓർക്കുമ്പോഴാണ്. നമുക്കറിയാം, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ആദർശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യമായ മതത്തിന്റെ ആശയം. അത് മാത്രമേ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാവുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുന്നത്തു റസൂലില്ലാഹി വ ജമാഅത്തു ലിസ്സഹാബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും അവിടുത്തെ അനുചരാകുന്ന സ്വഹാബികൾ പിൻപറ്റിയ ഏതൊന്നാണോ അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഈ ആദർശമേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കുന്ന ഓരോ ആദർശമുള്ളൂ. മറ്റു പല വിഭാഗങ്ങളും നമ്മുടെ നാട്ടിലും മറ്റു മറുനാട്ടിലും നമുക്ക് കാണാം. എങ്കിൽ പോലും ഈ ഒരു ആശയമാണ് യഥാർത്ഥ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്ന ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന ആദർശം. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശം വെച്ചു പുലർത്തുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ഈ വിഭാഗമാണ്. ഈ വിഭാഗത്തിൽ ധാരാളം സേവനങ്ങൾ
നമുക്ക് നൽകി നമ്മോട് വിട പറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാരും സാദാത്തുക്കളും എല്ലാം അടങ്ങിയ വലിയ ഒരു നാടാണ് നമ്മുടെ വടുതല എന്ന പ്രദേശം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വളരെ എളുപ്പത്തിലെത്താകുന്ന വലിയ പരമ്പര ഉള്ള ഒരു നാട് കൂടിയാണ് നമ്മുടെ വടുതല പ്രദേശം. വടുതല പ്രദേശം കുറെ അല്പകാലങ്ങളായി ചില വിഷയങ്ങളിൽ ചില ആദർശപരമായ വ്യതിയാനം നമ്മുടെ നാടിന് സംഭവിക്കുകയും പല ആളുകളായി നമ്മുടെ വ്യതിയാനത്തെ ആദർശത്തെ വ്യതിചലിച്ച് മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ തനതായ ഇസ്ലാമിന്റെ ശൈലി അത് വീണ്ടെടുക്കാനുള്ള പ്രയത്നത്തിലാണ് നമ്മുടെ ഹയാത്തുൽ ഇസ്ലാം എന്ന മഹത്തായ സ്ഥാപനം അവിടെ നിലകൊണ്ടത്. ഹയാത്തുൽ ഇസ്ലാം ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസ് ഓഫ് കോളേജ് ഓഫ് സ്റ്റഡീസ്, ഹയർ സെക്കൻഡറി, മദ്രസ, തഹ്ഫീദുൽ ഖുർആൻ തുടങ്ങി മറ്റു ധാർമ്മിക പ്രവർത്തനങ്ങളാൽ മുന്നേറുന്ന 25 വർഷത്തിലേക്ക് അടുക്കുകയാണ്. അതിന്റെ സമ്മേളനമാണ് ഈ വരുന്ന ഡിസംബർ 20-21 ബുധൻ വ്യാഴം തീയതികളിൽ നടക്കാനിരിക്കുന്നത്. അതിന്റെ അവസാന ദിവസമായ വ്യാഴാഴ്ച നമ്മെ മഹാസമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിലെ പ്രഭാഷണങ്ങളിൽ വലിയ പാണ്ഡിത്യം തെളിയിച്ച, വലിയ കഴിവ് തെളിയിച്ച നമ്മുടെ മഹാനായ ഷെയ്ഖുന പിയർ അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയ മറ്റു സാദാത്തുകളും പണ്ഡിതന്മാരും സംഗമിക്കുന്ന പരിപാടിയിലേക്ക് ചക്കാലയുള്ള മുഴുവൻ കൂട്ടുകാരെയും ഇവിടുത്തെ പ്രവർത്തകരെയും ഇവിടുത്തെ നാട്ടുകാരെയും നമ്മുടെ മഹാസമ്മേളനത്തെ ഏവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. الصلاة على النبي والسلام على رسول الشفيع الأبطاهي والحبيب العربي لموت തുടങ്ങും മദീന മശ്ഹൂർ ബലദുൽ അമീന മിസ്കിന്റെ വമ്പസാന മിസ്ബാ